ലഹരി നമ്മുടെ കൊച്ചു കേരളത്തിൽ പിടിമുറുക്കിക്കൊണ്ടിരിക്കുകയാണ്. ഓരോ ദിവസവും ആണും പെണ്ണും ഉൾപ്പെടെ നിരവധി പേരാണ് ലഹരി വസ്തുക്കളുമായി പിടിയിലാകുന്നത്. ഉന്നത വിദ്യാഭ്യാസം നേടിയവരും ഇക്കൂട്ടത്തിലുണ്ട്. ഇവരിൽ പലരും വെറും കാരിയർ മാത്രമാണ് എന്നതാണ് സത്യം. തന്റെ ഉപയോഗത്തിനുള്ള മയക്കുമരുന്ന് കിട്ടാൻ വേണ്ടിയാണ് ഇവരിൽ പലരും കാരിയർമാരാകുന്നത്. ചിലർ അടിപൊളി ജീവിതത്തിനുള്ള പണത്തിനു വേണ്ടിയും. പക്ഷേ ഒരിക്കൽ പെട്ടുകഴിഞ്ഞാൽ പിന്നെ ഒരിക്കലും തിരിച്ചുവരവുണ്ടാകില്ല. കഞ്ചാവ്, MDMA എന്നിവയൊക്കെ നിരന്തരം കേൾക്കുന്ന വാക്കുകളാണ്. എന്നാൽ ഹൈബ്രിഡ് കഞ്ചാവ് അങ്ങനെയല്ല. അടുത്തിടെയാണ് ആ പേര് വാർത്തകളിൽ കൂടുതൽ കേട്ടു നിൽക്കുന്നത്. വളരെ കുറഞ്ഞ അളവിലാണ് ഇത് പിടികൂടുന്നത്. വൻ വിലയാണ് ഇതിനെന്നതാണ് പ്രധാന കാരണം. സാധാരണ കഞ്ചാവ് പോലെ എളുപ്പത്തിൽ ഉൽപ്പാദിപ്പിക്കാൻ കഴിയുന്നതല്ല ഹൈബ്രിഡ് കഞ്ചാവ്. വില കൂടുന്നതിന് കാരണവും ഇതുതന്നെയാണ്. ലഹരിക്കാർക്കിടയിൽ മുന്തിയ സ്ഥാനമാണ് ഹൈബ്രിഡ് കഞ്ചാവിനുള്ളത്. പ്രത്യേക അന്തരീക്ഷ ഊഷ്മാവ് നിലനിർത്തി നിശ്ചിത സമയപരിധിക്കുള്ളിൽ വിളവ് എടുക്കുന്നതാണ് ഹൈബ്രിഡ് കഞ്ചാവ്. മാരക ലഹരിയാണിത്. തായ്ലൻഡ്, മലേഷ്യ ഉൾപ്പെടെയുള്ള രാജ്യങ്ങളിലാണ് ഇവ കൃഷി ചെയ്യുന്നത്. ചികിത്സയുടെ ഭാഗമായുള്ള ഉൽപാദനമായതിനാൽ വാണിജ്യ അടിസ്ഥാനത്തിലാണ് പലയിടങ്ങളിലും ഇവയുടെ കൃഷി. വ്യത്യസ്ത ഇനത്തിലുള്ള കഞ്ചാവ് ചെടികളെ സംയോജിപ്പിച്ചാണ് ഹൈബ്രിഡ് ഇനങ്ങൾ രൂപപ്പെടുത്തുന്നത്. ജനിതക മോഡിഫിക്കേഷനിലൂടെ ഗന്ധം, ലഹരി പോലുള്ള സ്വഭാവത്തിലും മാറ്റം വരുത്താനാകും. ഹൈബ്രിഡ് കഞ്ചാവിൽ ലഹരിയുടെ അംശം കൂടുതലായിരിക്കും. കൂടുതൽ ഊർജം നൽകി തലച്ചോറിനെ കൂടുതൽ ഉണർത്തുകയാണ് ഹൈബ്രിഡ് കഞ്ചാവിന്റെ റോൾ. സാധാരണ കഞ്ചാവ് ഉപയോഗിക്കുമ്പോൾ ലഭിക്കുന്നതിനേക്കാൾ കൂടിയ അളവിൽ ലഹരി ലഭിക്കുകയും അത് മണിക്കൂറുകളോളം നിലനിൽക്കുകയും ചെയ്യും. ഇതുതന്നെയാണ് ഇതിന്റെ ഗുണമായി ലഹരി പ്രേമികൾ കണക്കുകൂട്ടുന്നത്. ചിലർ ഹൈബ്രിഡ് കഞ്ചാവിനൊപ്പം ചില സിന്തറ്റിക് ലഹരി വസ്തുക്കളും ചേർക്കാറുണ്ടത്രേ. ലഹരി ഉണ്ടാക്കുന്ന ഘടകങ്ങളുടെ തോതനുസരിച്ചാണ് ഹൈബ്രിഡ് കഞ്ചാവുകളുടെ വില നിശ്ചയിക്കുന്നത്. കഞ്ചാവ് ഏറ്റവും കൂടുതൽ കാണപ്പെടുന്നത് ഏഷ്യൻ ഭൂഖണ്ഡത്തിലാണ്. പണ്ടുകാലം മുതൽക്കേ ഔഷധമായും ലഹരി പദാർത്ഥമായും ഇതിനെ ഉപയോഗിച്ചിട്ടുണ്ട്. എന്നാൽ ഇപ്പോൾ ലഹരിക്ക് വേണ്ടി മാത്രമാണ് ഇത് കൂടുതൽ ഉപയോഗിക്കുന്നത്. കനാബിസ് ഇൻഡിക്ക എന്ന കഞ്ചാവ് ചെടിയെ സംസ്കൃതത്തിൽ ഗഞ്ചിക എന്നാണ് അറിയപ്പെടുന്നത്. നേപ്പാളിൽ ഇതിനെ ഗഞ്ച് എന്നും അറിയപ്പെടുന്നുണ്ട്. അതിൽ നിന്നാണ് മലയാളത്തിലെ കഞ്ചാവ് എന്ന പേരിന്റെ ഉത്ഭവം എന്നാണ് കരുതപ്പെടുന്നത്. പുരാതന കാലത്ത് കഞ്ചാവ് ചെടിയെ താന്ത്രിക, മാന്ത്രിക ചടങ്ങുകൾക്ക് ഉപയോഗിച്ചിരുന്നതിനാൽ അതിൽ നിന്ന് ലഭിക്കുന്ന ലഹരിക്ക് ഒരു ദൈവിക മാനവും ചിലർ നൽകിയിട്ടുണ്ട്. ചില സന്യാസിമാർ കഞ്ചാവ് ഇപ്പോഴും ഉപയോഗിക്കാറുണ്ട് എന്ന് പറയപ്പെടുന്നുണ്ട്. കേന്ദ്ര നാഡീവ്യൂഹത്തിൽ വരുത്തുന്ന മാറ്റങ്ങളാണ് കഞ്ചാവിനെ മദ്യത്തിൽ നിന്ന് വ്യത്യസ്തമാക്കുന്നത്. ഇത് ഉപയോഗിക്കുന്നവരിൽ ഉന്മേഷം കൂടുതലായിരിക്കും. മാത്രവുമല്ല, ഇവരുടെ കേൾവി ശക്തി അതികൂർമ്മമായിരിക്കും. വിശപ്പും കാര്യമായി വർദ്ധിക്കും. ഇവർക്ക് ഭക്ഷണത്തിന്റെ രുചിയും മണവും കൂടുതൽ ആസ്വദിക്കാൻ കഴിയും. എന്നാൽ നിരന്തരമുള്ള ഉപയോഗം മനുഷ്യന്റെ എല്ലാ കഴിവുകളും ഇല്ലാതാക്കും എന്നതും ഓർമ്മിക്കേണ്ടത് തന്നെയാണ്.